ഒരുപാട് പേർക്കൊരു ഡൗട്ടാണ് ബി പി വന്ന പേഷ്യൻസിന് പ്രത്യേകിച്ച് ഈ നാച്ചുറലായിട്ട് നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് ബി പി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഡോക്ടർ സരിസ KQNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. ഈ ഒരു കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റാണ് അല്ലേ. അപ്പം ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനിടയിൽ നമുക്ക് ഒരു ഒരു സൈലൻറ്റ് കില്ലറായിട്ട് പോകുന്നതാണ് ഈ ഹൈപ്പർ ടെൻഷൻ, അതായത് BP എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു കാലഘട്ടം അല്ലേ. ആ കാലഘട്ടത്തിനിടയിൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള കില്ലറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ഹൈ BP, അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷേ നമ്മളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കില്ലറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു മോഡാണ്. കാരണം ജോബിൻ്റെ സ്ട്രെസ്സ് വേറെ, അതുപോലെ തന്നെ ചില ആൾക്കാർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ചില ആൾക്കാർ ഭയങ്കര വെപ്രാളായിരിക്കും, ചില ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് അവിടെ ഒരു ബ്രേക്ക് വരുന്നൊരു സിറ്റുവേഷൻ വരും. അതായത് പെട്ടെന്ന് നമ്മളൊരു സ്തംഭാവുക എന്ന് പറയില്ലേ, അതായത് പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻസ് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലെ ഇമോഷൻസ് ഒക്കെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്നത്. പണ്ടാണെങ്കിൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനെ പറ്റിയും ഒരു കറക്റ്റായിട്ട് ഓർഡറും കാര്യങ്ങളും ഒക്കെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് അല്ലേ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സ്പീഡപ്പായിട്ട് ചെയ്യുക, അവിടെ റിലാക്സേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മുടെ ബോഡിയും റിലാക്സ് ആവുന്നില്ല, നമ്മുടെ മൈൻഡും റിലാക്സ് ആവുന്നില്ല. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് എന്തുണ്ടാവും, ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ കുറയുന്നു, ബാക്കിയുള്ള മെൻ്റലി ആയിട്ടുള്ള സ്ട്രെസ്സുകൾ അവിടെ അതായത് വർക്കിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്റ്റേബിൾ അല്ല, നമ്മുടെ മൈൻഡും സ്റ്റേബിൾ അല്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ ഹൈ ആയിട്ടുള്ള BP വരുന്നത്. അത് പിന്നീട് കുറച്ച് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ക്ഷീണമോ തളർച്ചയോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ ജസ്റ്റ് ഒന്ന് വൈറ്റൽസ് നോക്കും. അത് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ അടുത്ത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് BP കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ BP കൂടുതലാണ് എന്ന് നോക്കുന്ന സമയത്ത് ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോഴത്തെ തൽക്കാലത്തേക്കുള്ള ഒരു BP കൂടിയതായിരിക്കാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊന്ന് റിലാക്സ് ആയിക്കോളൂ എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ ഇത് കേൾക്കുന്നതിന് നമ്മൾ പാനിക് ആവാൻ തുടങ്ങും. വീണ്ടും ചില ആൾക്കാർക്ക് പാനിക് ഉണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്തയിൽ വീണ്ടും അവരെ റൊട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ചില ആൾക്കാർക്ക് ഇത് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു 4-5 ഡേയ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് സെയിം BP കൂടിയൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ പറയും ഇനി നമുക്ക് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറിയ ചെറിയ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കാം. ഈ പറയുന്ന BP കൂടാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നത് കൊണ്ട്. നമ്പർ 2, നമ്മൾ റിലാക്സേഷൻ ഇല്ല തീരെ. നമ്പർ 3, ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക. അതായത് സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്നത്. അതായത് ഫുൾ ടൈം ഓഫീസിൽ വർക്കായിട്ട് നമ്മൾ ഇരിക്കുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ ഇല്ല, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ കുറവ് വരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞ ശേഷമായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്, ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ ജോബ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ കൂടി നമ്മളൊരു മോർണിംഗ് ഈവനിങ് കറക്റ്റായിട്ട് ഒരു വൈറ്റമിൻ ഡി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക, ഒരു ചെറിയൊരു വാക്കിങ് അല്ലെങ്കിൽ ചെറിയൊരു എക്സസൈസുകൾ, നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന രീതി, സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു യോഗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ് ആണ് ഇഷ്ടമെങ്കിൽ സ്വിമ്മിങ് ചെയ്യാം, ചെറിയ രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് നമ്മൾ മൈൻഡും ബോഡിയും ഒരുപോലെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പാനിക് ആവാതെയും ഓവറായിട്ട് എക്സൈറ്റ്മെൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ ഓവറായിട്ട് നമ്മൾ എല്ലാം ഇമോഷൻസ് എല്ലാം ഓവർ ആവുന്ന സമയത്തും പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു പരിധി വരെ ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്പർ 1 ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റിലാക്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാബിറ്റ്സ്. കാരണം ഒരുപാട് പേർക്ക് ആൽക്കഹോൾ ഹാബിറ്റ്സ് ഉണ്ടാവും, സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ അതായത് ഈറ്റിംഗ് ഹാബിറ്റ്സും വേണ്ടിയിട്ട് നമുക്ക് പറയാം.
ഇതൊക്കെ എന്താണ് ഉണ്ടാവുന്നത്? വെയിറ്റ് ഗെയിൻ കൂടാനാണ് സാധ്യതയുള്ളത്. ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ പല രീതിയിൽ, അതായത് അൺകൺട്രോൾഡ് ആയിട്ട് BP കൂടാൻ സാധ്യതയുണ്ട്, അതുപോലെ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ഹെൽത്ത് റിസ്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? ക്വിറ്റ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ BP പോലത്തെ പ്രോബ്ലംസുകളൊക്കെ, അതായത് ഹൈപ്പർ ടെൻസീവ് ആവുന്നത് സ്ത്രീകളെക്കാട്ടും കൂടുതൽ പുരുഷന്മാരാണ്. എന്തുകൊണ്ടാണ്? അവർ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നത് കൊണ്ടും, ഈ പറഞ്ഞ ആൽക്കഹോൾ ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഭയങ്കര ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ അല്ല. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ന് വെച്ചാൽ ചില സമയം രാവിലെ എന്തെങ്കിലും കഴിച്ചാലായി, ഉച്ചക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ രാത്രി എവിടെയെങ്കിലും ആയിരിക്കും ഭക്ഷണം കഴിക്കുക, ഫുൾ ടൈം ഡ്രൈവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ഓഫീസ് വർക്ക് ആയിരിക്കാം, ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് നമ്മുടെ മൈൻഡൊന്നും റിലാക്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് BP കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ചെക്ക് ചെയ്യുക, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. എന്തെങ്കിലും അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ BP കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊളസ്ട്രോൾ അതുപോലത്തെ BP കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓരോ സൂചനകളൊക്കെ കാണിച്ചു വരും. അപ്പോൾ അതൊക്കെ നമ്മൾ നെവർ മൈൻഡാക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്പർ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിംഗ്. ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പാക്കേജ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹൈ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, സോഡിയം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. അതിന് പകരം ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പോർഷൻ കൺട്രോൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നല്ലതാണെങ്കിലും നിങ്ങൾ ഒരു പോർഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം. ഒരു കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പ്ലേറ്റിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം. അപ്പം ക്വാളിറ്റിൻ്റെ കൂടെ തന്നെ ക്വാണ്ടിറ്റിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ BP നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് BP നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു വെറീസ് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. ഇനി ഒരു രീതിയിലും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു രീതിയിലും ടെൻഷൻ വേണ്ട. സ്റ്റാർട്ടിങ് കുറച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ സരിസ KQNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.